നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാനിലെ ടെഹ്റാനിൽ ഉൾപ്പെടെ കടുത്ത ആക്രമണവുമായി അമേരിക്ക. ഇസ്രയേൽ തിരിച്ചടിച്ച് ഇറാൻ. തകർത്ത ഇറാനിയൻ കപ്പൽ IRIS ദേനയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ശ്രീലങ്കയ്ക്ക് മേൽ സമ്മർദ്ദവുമായി അമേരിക്ക. കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാവികരെ ഇറാനിലേക്ക് തിരിച്ചയക്കരുതെന്ന് നിർദ്ദേശം. കൊച്ചി തീരത്ത് നങ്കൂരമിട്ട ഇറാനിയൻ കപ്പലിലെ ജീവനക്കാർക്ക് സൗകര്യമൊരുക്കി ഇന്ത്യ. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ റോഡ് മാർഗം ഒഴിപ്പിക്കാൻ ആലോചനയുമായി കേന്ദ്ര സർക്കാർ. ഏറ്റുമുട്ടൽ 8ാം ദിനത്തിലേക്ക് കടന്നതോടെ പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയിൽ പ്രതിസന്ധി. രാജ്യത്ത് പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂട്ടി. LPG ബുക്കിംഗിന് നിയന്ത്രണം. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗ് 25 ദിവസത്തിൽ ഒരിക്കൽ മാത്രം. പുതുക്കിയ വില പ്രാബല്യത്തിൽ. ആശങ്കയുണ്ടെങ്കിലും വിതരണത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രം. ഇടപെടുമെന്ന് സംസ്ഥാന സർക്കാർ. പത്തനംതിട്ടയിലെ പോസ്റ്റർ വിവാദത്തിൽ മുന്നറിയിപ്പുമായി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പ് ശോഭ കെടുത്തുന്ന പ്രവർത്തികൾ ഉണ്ടാകരുതെന്ന് നിർദ്ദേശം. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി തലസ്ഥാനത്ത്. ശിവഗിരിയിൽ സന്ദർശനം നടത്തി. വൈകിട്ട് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നേമത്ത് പൊതുജന മുന്നേറ്റ ക്യാമ്പയിനുമായി രാജീവ് ചന്ദ്രശേഖർ. വട്ടിയൂർക്കാവിൽ ചുവരെഴുതി പ്രചാരണം തുടങ്ങി R ശ്രീലേഖ. വട്ടിയൂർക്കാവിൽ തൃശൂരിലെ ചതി ഉണ്ടാകില്ലെന്ന് ഉറപ്പെന്ന് K മുരളീധരൻ. രാഷ്ട്രീയ ജീവിതത്തിൽ ഖേദിക്കുന്ന ഒരേ ഒരു കാര്യം പാർട്ടി വിട്ടതാണ്. KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും K മുരളീധരൻ. മുരളീധരന്റെ തുറന്നു പറച്ചിൽ അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ. CPM അനുനയത്തിന് വഴങ്ങാതെ G സുധാകരൻ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ലെങ്കിലും പാർട്ടി വിടില്ലെന്ന് സൂചന. ആലപ്പുഴ പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങ് ലൈവിട്ട് G സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തത്സമയ ലിങ്ക് പിന്നീട് പിൻവലിച്ചു. അനുമതിയില്ലാതെ അഡ്മിൻ ലൈവ് നൽകിയെന്ന് G സുധാകരൻ. പെരുമ്പളം പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. സ്വന്തം മണ്ണിൽ ചരിത്രം കുറിക്കാൻ ഇന്ത്യ. 2020 ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതൽ. ഇരു ടീമുകളും പരിശീലനത്തിനിറങ്ങി. 8ാം ദിനവും പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. ഇറാനിൽ കടുത്ത ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. ടെഹ്റാനിലടക്കം അമേരിക്ക വ്യോമാക്രമണം നടത്തി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. നിരുപാധികമായ കീഴടങ്ങൽ ഒഴികെ ഇറാനുമായി ഒരു കരാറും ഉണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. തങ്ങളുടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കം. ആന്റി ഡ്രോൺ സംവിധാനം അടക്കം ശക്തിപ്പെടുത്തും. ആയുധ നിർമ്മാതാക്കളുമായുള്ള നിർണായക കൂടിക്കാഴ്ചയും നടക്കും. ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്കൻ ശ്രമം. തലസ്ഥാന നഗരമായ ടെൽ-അവീവിൽ അടക്കം നടത്തിയ ആക്രമണം പ്രതിരോധിച്ചതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. പലയിടത്തും മിസൈൽ അവശിഷ്ടം പതിച്ച് തീപിടുത്തമുണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഇറാനും തിരിച്ചടി ശക്തമാക്കുകയാണ്. US ആക്രമണത്തിൽ ഇറാനിൽ മരിച്ചവരുടെ എണ്ണം 1300 കടന്നു. ലെബനനിലും മരണം 217 കടന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിൽ കുടുങ്ങി ഇന്ത്യക്കാരെ റോഡ് മാർഗം ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ എണ്ണപ്പാടം ലക്ഷ്യമാക്കി പുലർച്ചെ മുതൽ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം. തന്ത്രപ്രധാനമായ ഷൈബ എണ്ണപ്പാടവും സൈനിക താവളങ്ങളും ലക്ഷ്യമാക്കി നടന്ന വൻ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധ സേന പരാജയപ്പെടുത്തി. ഒരു ബാലിസ്റ്റിക് മിസൈലും 10ഓളം ഡ്രോണുകളും വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. റിയാദിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി വന്ന ബാലിസ്റ്റിക് മിസൈലും സൗദി പ്രതിരോധ സംവിധാനം തകർത്തു. ഇറാനിയൻ കപ്പലായ IRIS 11 കൊച്ചി തീരത്ത്. മട്ടാഞ്ചേരി വാർഫിൽ കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കപ്പൽ കൊച്ചിയിലെത്തിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിശാഖപട്ടണത്തെ നാവികാഭ്യാസ പ്രകടനത്തിന് ശേഷം മടങ്ങിയ കപ്പലാണ് IRIS 11. ഇറാൻ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് കപ്പൽ കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ മാസം 28-നാണ് ഇറാൻ അധികൃതർ ബന്ധപ്പെടുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ അനുമതിയും നൽകി. മാർച്ച് 4-നാണ് കപ്പൽ തീരത്തെത്തിയത്. കപ്പലിൽ 183 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഇവർ സുരക്ഷിതരാണെന്നും നാവികർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നാവിക പ്രകടനം കഴിഞ്ഞ് മടങ്ങിയ IRIS ദേന എന്ന കപ്പൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയ്ക്ക് സമീപം തകർന്നിരുന്നു. തകർന്ന കപ്പലിനൊപ്പം ഉണ്ടായിരുന്നതാണ് IRIS ലവാനും.
ഈ കപ്പൽ കാണാനില്ലെന്നും അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നിരിക്കാമെന്നുമുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ഇതോടെയാണ് കപ്പൽ സുരക്ഷിതമാണെന്ന വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അമൃത ന്യൂസ്, കൊച്ചി. ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ദേന തകർത്തതിനു പിന്നാലെ രക്ഷാപ്രവർത്തനം നടത്തിയ ശ്രീലങ്കയ്ക്ക് മേൽ സമ്മർദ്ദവുമായി അമേരിക്ക. കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാവികരെ ഇറാനിലേക്ക് തിരിച്ചയക്കരുതെന്ന് ശ്രീലങ്കൻ സർക്കാരിനോട് അമേരിക്ക ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇവരുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അമേരിക്ക അറിയിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബഹ്റിനിലെ യുദ്ധാനുഭവം അമൃത ന്യൂസിനോട് പങ്കുവച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയേൽ നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസിയെ സമീപിച്ചപ്പോൾ ഒരു സഹായവും ലഭിച്ചില്ലെന്നും ഷാഫി പറമ്പിൽ എംപിയുടെ സഹായം കൊണ്ടാണ് മടങ്ങാനായതെന്നും ബിഷപ്പ് പറഞ്ഞു. വന്യമൃഗശല്യത്താൽ വലയുന്ന കർഷകന് സ്വയം രക്ഷയ്ക്കുള്ള അവകാശം പോലും നൽകാനാവാത്ത സർക്കാർ എന്തിനെന്ന ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉയരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സഭ പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കാറില്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയ സൂചനകൾ നൽകാറുണ്ട്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്കും കർഷകർക്കും ഒരേ ആദിയാണെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയേൽ പറഞ്ഞു. ഇവിടെ കാളികാവിൽ അവിടെ പറമ്പിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന സഹോദരനല്ലേ ആക്രമിക്കപ്പെട്ടത്. അവനൊരു തോക്ക് കൊടുത്തിരുന്നെങ്കിലും ഇവിടെ തോക്കാരും എടുക്കാൻ പാടില്ല എന്നൊരു നിയമം, അതായത് സ്വയം രക്ഷയ്ക്കുള്ള അവകാശത്തിനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു സർക്കാർ എന്തിന്? ബഹ്റിനിലെ യുദ്ധമുഖത്ത് നിന്നപ്പോഴുള്ള ആകുലത എനിക്കിപ്പോഴും ഉണ്ട്. അതിൻ്റെ ഇരട്ടി ആകുലതയാണ് ഓരോ മലയോരത്തും താമസിക്കുന്ന കർഷകനുള്ളത്. അതേസമയം വയനാട് തുരങ്കപാത ഉദ്ഘാടന വേദിയിലും വികസനത്തിന് രാഷ്ട്രീയമില്ലെന്ന് അമൃത ന്യൂസിനോട് പറഞ്ഞ ബിഷപ്പ് ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും ഓർമ്മിക്കുന്നുവെന്നും പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ കർഷകരുടെ ആവശ്യം സഭ മുന്നോട്ട് വെക്കുമെന്ന് ബിഷപ്പ് ഉറപ്പിച്ചു പറയുന്നു. മലയോര കർഷകർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊപ്പമാണ്. തീർച്ചയായിട്ടും അതിനെന്താണ് സംശയമുള്ളത്? അവരുടെ ജീവനും അവരുടെ സുരക്ഷിതത്വവും കാർഷിക മേഖലയിലുള്ളവരുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 25-ന് കത്തോലിക്ക കോൺഗ്രസിൽ പങ്കെടുക്കാൻ ബഹ്റിനിൽ എത്തിയപ്പോഴുണ്ടായ യുദ്ധാനുഭവവും ബിഷപ്പ് പങ്കുവച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും ഒരു സഹായവും ലഭിച്ചില്ല. ഒടുവിൽ ഷാഫി പറമ്പിൽ MP ഇടപെട്ടതിനാലാണ് ഫെബ്രുവരി 28-ന് നാട്ടിലേക്ക് മടങ്ങാനായത്. ആരും ഞങ്ങളെ അന്വേഷിച്ചില്ല. അംബാസഡറെ ഞാൻ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള, പക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ബഹ്റിനിൽ കുടുങ്ങിക്കിടക്കുന്ന സഹോദരങ്ങളെ നാട്ടിലെത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ബിഷപ്പ് പറയുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കുട്ടനാട്ടിൽ റോഡ്, പാലങ്ങൾ, കുടിവെള്ള പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെരുമ്പലം പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അജയ് നാഥുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഒരു സ്വപ്ന പദ്ധതി അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ്. ഒപ്പം നിരവധി പദ്ധതികൾ കുട്ടനാടിനെ സംബന്ധിച്ച് വികസനത്തിന്റെ ഒരു ദിവസം എന്ന് തന്നെ പറയാം. അതിന്റെ വിവരങ്ങൾ, ഒപ്പം ഈ G സുധാകരൻ ഈ ഉദ്ഘാടനത്തിന്റെ ഒരു തത്സമയ ലിങ്ക് പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടി പുറത്തു വരുന്നുണ്ടല്ലോ, അതിന്റെ വിവരങ്ങൾ കൂടി. കുട്ടനാടിനെ സംബന്ധിച്ച് ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്. അതായത് നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് കുട്ടനാട് പ്രാവർത്തികമാകുന്നത്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഒപ്പം പെരുമ്പളം നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടുന്നു. അതായത് കടത്ത് മാത്രമായിരുന്നു അവർക്ക് ഈ ഒരു യാത്രാമാർഗമായിരുന്നു. അവിടെ പാലം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ സർക്കാർ അവരുടെ പ്രതീക്ഷകൾക്ക് സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ഉദ്ഘാടന കർമ്മം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ട G സുധാകരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അതിൻ്റെ ലിങ്ക് പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് CPM ജില്ലാ കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് ലിങ്ക് സുധാകരൻ്റെ പേജിലേക്ക് എത്തുന്നത്. പക്ഷേ അത് അദ്ദേഹം റിമൂവ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. മുൻപ് 3 ദിവസം മുൻപാണ് ഈ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് G സുധാകരനെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതായത് യോഗത്തിൽ പങ്കെടുക്കണം എന്നാണ് റിയാസ് അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ പോസ്റ്ററിൽ, ഈ പരിപാടിയുടെ നോട്ടീസിൽ സുധാകരൻ്റെ പേരും ചിത്രവുമെല്ലാം ഉണ്ടായിരുന്നു. വിശിഷ്ട അതിഥിയായിട്ടാണ് സുധാകരനെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് സുധാകരൻ അന്ന് തന്നെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉൾപ്പെടെയുള്ള ആളുകൾ സുധാകരനെ നേരിട്ട് കണ്ടു. ആ നേരിട്ട് കാണുന്ന ഘട്ടത്തിൽ സുധാകരൻ്റെ നിലപാടിൽ ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. അതായത് CPM-ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട്
സ്വീകരിക്കില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അനുഭാവിയായിട്ട് തന്നെ തുടരും. അപ്പോഴും മെമ്പർഷിപ്പ് പുതുക്കില്ല എന്നുള്ള നിലപാട് തന്നെ ഉറച്ചു നിൽക്കാനാണ് സുധാകരൻ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. സുധാകരൻ തലവേദന, CPM-ന്റെ ആ തലവേദന അവസാനിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എത്തിയിട്ടും അതിനൊരു പരിഹാരം പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി. അജയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു തരത്തിൽ പലയിടത്തായി നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി അങ്ങോട്ട് വഴങ്ങാൻ സുധാകരൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പ് പത്തനംതിട്ടയിലെ പോസ്റ്റർ വിവാദം പോലെ ശോഭ കെടുത്തുന്ന പ്രവൃത്തികൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു. അധികം താമസിയാതെ പ്രഖ്യാപനം ഉണ്ടാകും. അതിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിങ് കമ്മിറ്റി ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടി. ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രപ്പോസലുകൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും അതൊക്കെ 1-2 ദിവസം തീരും. അത്രയേ ഉള്ളൂ. വട്ടിയൂർക്കാവിൽ തൃശൂർ ആവർത്തിക്കില്ലെന്ന് K മുരളീധരൻ. വട്ടിയൂർക്കാവ് ചതിക്കില്ലെന്ന് പറഞ്ഞ മുരളി ജനങ്ങളോടുള്ള ആത്മബന്ധമാണ് തന്റെ ആത്മവിശ്വാസമെന്നും വ്യക്തമാക്കി. തൃശൂരിൽ തന്നെ കാലുവാരാൻ നേതൃത്വം നൽകിയവരെ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചാൽ ജനം അവരുടെ വിധി തീരുമാനിക്കും. രാഷ്ട്രീയ ജീവിതത്തിൽ ഖേദിക്കുന്ന ഒരേ ഒരു കാര്യം പാർട്ടി വിട്ടതാണ്. 2004 KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും AK ആന്റണിയും താനും ഒരുമിച്ചുള്ള പ്രവർത്തനം അന്ന് തുടർന്നിരുന്നുവെങ്കിൽ ഭരണ തുടർച്ച ഉറപ്പായിരുന്നുവെന്നും K മുരളീധരൻ അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ വ്യക്തമാക്കി. വട്ടിയൂർക്കാവ് വിട്ട് വടകരയിലേക്ക് പോയപ്പോഴും വട്ടിയൂർക്കാവിലെ ജനങ്ങളോടുള്ള ആത്മബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് പറഞ്ഞ K മുരളീധരൻ വട്ടിയൂർക്കാവിലെ മണ്ണ് തന്നെ ചതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നത് തൃശ്ശൂരിലെ രാഷ്ട്രീയ ചതി ഓർത്തെടുത്താണ്. ആ മണ്ണിനെ ചതിക്കില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ഉള്ള ചതിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർ ഒരിക്കലും വട്ടിയൂർക്കാവ് ആവർത്തിക്കില്ല എന്ന് പറയാൻ കാരണം ഈ നിയോജകമണ്ഡലമായിട്ടുള്ള എൻ്റെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. 2011 മുതൽ 2026 വരെയുള്ള ഓരോ ഘട്ടത്തിലും ആ നിയോജകമണ്ഡലവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരെ മുമ്പിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. തൃശ്ശൂരിൽ തന്നെ പിന്നിൽ നിന്നും കുത്തിയവരെ ജനം തിരിച്ചറിയുമെന്ന് പറഞ്ഞ മുരളി ആർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കണമെന്ന് താൻ ഒരിക്കലും പറയില്ലെന്നും വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പക്ഷേ ജനത്തിനെല്ലാം അറിയാം. നമ്മളെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് സാധാരണ ജനമെന്ന് പറയുന്നത്. അവർക്ക് അവർക്ക് ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളവരൊന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. ആരൊക്കെ ചെയ്തു, ആരൊക്കെ എന്തൊക്കെ പ്രവൃത്തി ചെയ്തുവെന്ന് നന്നായിട്ട് അസസ് ചെയ്യുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് ഇനി പാർട്ടി ഞാൻ ആരെക്കുറിച്ചും കൊടുക്കണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാൾക്ക് കൊടുക്കരുത് എന്നൊരിക്കലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ, മുന്നണി തീരുമാനിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. ജനങ്ങൾ എന്താണോ അവരുടെ വിധി അതവർ നടപ്പാക്കട്ടെ. അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റിൽ മനസ്സ് തുറന്ന K മുരളീധരൻ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ തുറന്നു പറഞ്ഞു. പാർട്ടി വിടാനുള്ള തീരുമാനത്തിലാണ് ഏറ്റവും വലിയ ഖേദം. 2004 KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മന്ത്രിസഭയിലേക്ക് വരാനുള്ള തീരുമാനം തന്റെ പിഴവായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ച മുരളീധരൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമെന്ന നിലയിൽ AK ആന്റണിയുടെയും തന്റെയും യോജിച്ചുള്ള പ്രവർത്തനം തുടർന്നിരുന്നെങ്കിൽ ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നുവെന്നും അത് സംഭവിക്കാത്തതിലാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും പറഞ്ഞു. അന്ന് ഈ പാർട്ടിയിൽ അവസാനം ഉണ്ടായ പൊട്ടിത്തെറിയാണ് സത്യത്തിൽ ഇങ്ങനൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഒരുപാട് കോൺട്രവേഴ്സ്യലായി. രാജ്യസഭാ ഇലക്ഷനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, എറണാകുളം ബൈ ഇലക്ഷനിലെ തോൽവി, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ താങ്കൾ പ്രസിഡന്റ് പദവി ഒഴിയുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് പദവി ഒഴിയാം, ഞാൻ ലോക്സഭയിലേക്ക് എന്നെ മത്സരിച്ചോളാം, എനിക്ക് മറ്റു പോസ്റ്റൊന്നും വേണ്ട എന്ന് പറയാമായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു തെറ്റ് പറ്റിയതും. ഒരിക്കൽ തെറ്റ് പറ്റുമ്പോൾ അതിനോടനുബന്ധമായിട്ട് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്. താൻ ഉൾപ്പെടെയുള്ള അടുത്ത തലമുറയാണ് ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ നയിക്കേണ്ടതെന്ന് അന്ന് AK ആന്റണി തന്നോട് പറഞ്ഞിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. അന്ന് ആ കോമ്പിനേഷൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നു. ഞാൻ അതിനെയാണ് അവിടെ കാണുന്നത്. മുഖ്യമന്ത്രി ആരാവട്ടെ ആവാതിരിക്കട്ടെ, പക്ഷേ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് ശിവൻ ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ 5 കൊല്ലം ഇരിക്കുള്ളൂ, ഈ 5 കൊല്ലം കുറേ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളുടെ കോമ്പിനേഷൻ അത് നമുക്ക് പൂർത്തീകരിക്കണം.
5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാനം ഒഴിയും. പിന്നെ ഭാവിയിൽ നിങ്ങളൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭാവിയിൽ നിങ്ങളൊക്കെ തന്നെ, നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അർത്ഥമല്ല, ഞങ്ങളുടെ ഒരു പുതിയ ടീം വരട്ടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ ഈ കോമ്പിനേഷൻ്റെ അത് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടത്, അതിൻ്റെ ഒരു ദുഃഖം എനിക്കുള്ളത്, ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കാസ്റ്റ് നോട്ട് ദി പോയിന്റ് ഇന്ന് വൈകിട്ട് 6:45 അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ഇടുക്കി കുട്ടിക്കാനം ഗ്ലെൻമേരി എസ്റ്റേറ്റിൽ തൊഴിലാളികളുമായി സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പീരുമേട്ടിൽ നിന്ന് മടങ്ങുമ്പോഴാണ് രാഹുൽ തൊഴിലാളികളെ സന്ദർശിച്ചത്. കെ.സി. വേണുഗോപാലും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. തവനൂരിൽ സ്ഥാനാർത്ഥിയായി KT ജലീൽ വേണ്ട എന്ന് CPM പ്രാദേശിക നേതാക്കളുടെ വാട്സാപ്പ് ചാറ്റ് പുറത്ത്. ഇനി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച KT ജലീൽ മണ്ഡലത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്നും മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ജലീലിനെ പിന്നെ എന്തിനു മത്സരിപ്പിക്കണമെന്നും പ്രാദേശിക നേതാക്കൾ ചോദിക്കുന്നു. മണ്ഡലത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കണം. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ജനകീയരായ നേതാക്കന്മാരെ തഴയുകയാണെന്നും കൊട്ടുമുഴുവൻ ചെണ്ടയ്ക്കും കൂലി മാരാർക്കുമെന്നതാണ് അവസ്ഥയെന്നും സന്ദേശങ്ങൾ. തവനൂർ സഖാക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാതെ R. ശ്രീലേഖ. പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് നഗരസഭാ കൗൺസിലറായത്. പാർട്ടി പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നും ജയിക്കുമെന്നും R. ശ്രീലേഖ പറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചുമരെഴുതി പ്രചാരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ BJPയുടെ NDAയുടെ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല ദിവസം, നല്ല തുടക്കം. അയ്യപ്പന്റെ ശിവന്റെ ഒക്കെ ദിവസമാണ് ശനിയാഴ്ച. നല്ല കാലാവസ്ഥ. വട്ടിയൂർക്കാവിൽ മാത്രമല്ല BJPയുടെ താമര വിരിയുക. തിരുവനന്തപുരത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും കേരളത്തിലുടനീളം ഇതുപോലെയുള്ള താമര ഇപ്രാവശ്യം വിരിയും. അതിനുവേണ്ടി UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി തലസ്ഥാനത്ത്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് പുത്തരിക്കണ്ട മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവിന് സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിൽ വൈകിട്ട് വിപുലമായ സ്വീകരണം നൽകും. UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ പോകുന്ന വമ്പൻ പദ്ധതികൾ സമാപന വേദിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത്. വൈകിട്ട് 5-ന് പുത്തരിക്കണ്ട മൈതാനത്ത് വിപുലമായ പരിപാടികളോടെയാണ് പൊതുസമ്മേളനം നടക്കുക. യാത്രയുടെ സമാപന വേദിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന UDF വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്നത് ആകാംക്ഷ ജനിപ്പിക്കുന്നു. കേരളത്തിൽ അധികാരമാറ്റം ഉറപ്പിക്കുന്ന കോൺഗ്രസ് അതിനായി എല്ലാ തന്ത്രങ്ങളും മെനയുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനയുണ്ട്. 4 മണിയോടെ സെക്രട്ടേറിയറ്റ് ആസാദ് ഗേറ്റിന് മുന്നിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ് എന്നീ UDF നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. സ്വീകരണ റാലി പുത്തരിക്കണ്ട മൈതാനത്ത് സമാപിക്കും. 25 ദിവസത്തിനിടെ 121 പൊതുസമ്മേളനങ്ങളാണ് യാത്രയുടെ ഭാഗമായി നടന്നത്. സമാപന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെ സംസ്ഥാനത്തെ UDF നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചു. രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും രാഹുലിന് കോൺഗ്രസിന്റെ പിന്തുണ കിട്ടുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ കേരള ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചു. രാഹുലിന്റെ മുൻകൂർ ജാമ്യം നിയമവിരുദ്ധമാണ്. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയത് ചട്ടവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ മരവിപ്പിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ പീഡിപ്പിച്ചതായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. രാഹുലിന് സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല അബോർഷൻ നടത്തിയതെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അതിജീവിത ഹർജിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നിയമസഭാ അംഗമായി തുടരുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന പരാതി വിചാരണ കോടതി പരിശോധിക്കുന്നതിനിടയിലാണ് ആദ്യത്തെ കേസിലെ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 60 രൂപ കൂട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് 115 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വില വർധന പ്രാബല്യത്തിൽ. വീട്ടാവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾക്ക് കേരളത്തിൽ ഇനി 922 രൂപ നൽകണം. LPG ബുക്കിംഗിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക ബുക്കിംഗ് 25 ദിവസത്തിലൊരിക്കലാക്കി. വാണിജ്യ സിലിണ്ടർ വിതരണത്തിലും നിയന്ത്രണമുണ്ട്. പെട്രോൾ ഉൽപ്പന്ന പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 8 ആഴ്ചത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ആലപ്പുഴ എരമല്ലൂരിൽ വാഹനാപകടം. ടോറസും KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചു. അപകടത്തിൽ 40 യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 6 പേരുടെ നില ഗുരുതരമാണ്. കിരൺ കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കിരൺ, അപകടമുണ്ടായവരെ കൊച്ചിയിലേക്കാണ് കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ? അഖില, ഈ അപകടത്തെ തുടർന്ന് 23 പേരെയാണ് നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം തന്നെ സാരമായ പരിക്കുകളാണ് പറ്റിയിരിക്കുന്നത്. കൂടുതലും മുഖത്തും തോളിലുമായിട്ടാണ് കൂടുതൽ ആളുകൾക്കും പരിക്കേറ്റിരിക്കുന്നതെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഗുരുതരമായി പരിക്കേൽക്കാത്ത ചില ആളുകൾക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കൂടി, ഇത്തരത്തിലൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി ഏതായാലും ആശുപത്രി അധികൃതർ പങ്കുവെക്കുകയുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ആലപ്പുഴ എരമല്ലൂർ ദേശീയപാതയ്ക്ക് സമീപം പാലക്കാടേക്ക് പോവുകയായിരുന്ന ടോറസ് ബസിന്റെ പുറകിൽ പാലക്കാടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചായിരുന്നു ഈ അപകടം. ബസിന്റെ മുന്നിലെ ഇടതുവശം പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലായിരുന്നു. ബസ്സിലെ ഡ്രൈവർക്കൊപ്പം തന്നെ കണ്ടക്ടർക്കും ശരി കിരൺകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ കടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പശ്ചിമബംഗാൾ ജൽപായ്ഗുരി സ്വദേശി വിശ്വദീപ് ദാസിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഓപ്പറേഷൻ നുംഖൂർ എന്ന പേരിൽ കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിലാണ് കാർ കടത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഭൂട്ടാനിൽ നിന്നും കേരളത്തിലേക്ക് വാഹനങ്ങൾ കടത്തിയ കേസിൽ ആദ്യ അറസ്റ്റാണ് ഉണ്ടായത്. പശ്ചിമ ബംഗാൾ ജൽപായ്ഗുരി സ്വദേശി വിശ്വദീപ് ദാസിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കേസിലെ മുഖ്യ സൂത്രധാരനാണെന്ന് കസ്റ്റംസ് അറിയിച്ചു. കേസിൽ അസം സ്വദേശികളായ 4 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കാർ കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. നികുതി വെട്ടിച്ചെത്തിച്ച 15 കാറുകൾ കേരളത്തിൽ നിന്നും മാത്രം കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓപ്പറേഷൻ നുങ്കൂറിൽ നടന്മാരായ അമിത് ചക്കാലക്കൽ, ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു. ദുൽഖറിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ പിന്നീട് കസ്റ്റംസ് ഉപാധികളോടെ വിട്ടു നൽകി. അമൃത ന്യൂസ്, കൊച്ചി. മലപ്പുറത്ത് നോമ്പ് തുറക്കാൻ ഹോട്ടലിൽ കയറിയ ആളുകളുടെ കാറിന് നേരെ ആക്രമണം. എടവണ്ണപ്പാറ മമത ഹോട്ടലിൽ നോമ്പ് തുറക്കാൻ വന്ന കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ബോണറ്റിൽ കേടുപാടുകളുണ്ടായി. ഹോട്ടലിന്റെ ഒമ്നി വാന്റെ മുൻവശത്തെ ഡോറിന്റെ ഗ്ലാസും തകർന്നിട്ടുണ്ട്. കാറിന്റെ ഉടമകളും ഹോട്ടൽ ഉടമകളും വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കൊച്ചിയിലെത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 2 ദിവസമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തി. SIR നടപടികൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ ബൂത്ത് ലെവൽ ഓഫീസർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും സംഘവും കേരളത്തിലെത്തിയത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായവർക്ക് പരാതികൾ സമർപ്പിക്കാൻ ഇനിയും അവസരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും വരെ ഇതിന് അവസരം നൽകും. വിദ്വേഷ പ്രസംഗം നിരീക്ഷിക്കാൻ സംവിധാനമുണ്ടാകും. സ്വന്തം മണ്ണിൽ ചരിത്രം കുറിക്കാൻ ടീം ഇന്ത്യ നാളെ ഇറങ്ങും. T20 ലോക ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ലോക കിരീടം കാത്തുസൂക്ഷിക്കാൻ സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുമ്പോൾ കന്നി കിരീടം എന്ന ലക്ഷ്യമാണ് കിവീസിന് മുന്നിലുള്ളത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. ടീമുകൾ ഇന്ന് പരിശീലനത്തിന് ഇറങ്ങി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.